അയാൾ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകളൊന്നും പ്രകടിപ്പിക്കുന്നില്ല. സാധാരണക്കാരനുണ്ടാകുന്ന അസ്വസ്ഥതകൾ തന്നെയാണ്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തുള്ള ആഗ്രഹങ്ങൾ മൊത്തം ലിമിറ്റഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ, ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ലാതെ വളരെ ലിമിറ്റഡായ റിസോഴ്സിൽ നിന്ന് ആഗ്രഹിച്ച് അതിൽ നിന്ന് മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മരണത്തിൽ അയാൾക്ക് വലിയ സങ്കടമൊന്നുമില്ല. സോ ഈ ഒരു മൂവിയുടെ ടോട്ടൽ വേർഡിക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കും, ഒരു സെക്കൻഡ് തോട്ട് എടുക്കും. ദിസ് ആർ വർത്ത്, എല്ലാം ഇത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വേർത്താണോ, നമ്മളത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും പറ്റുന്നവരൊക്കെ കാണേണ്ട ഒരു ചിത്രമാണ്. ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഇൻടു ദ വൈൽഡ്സ് എന്ന് പറയുന്ന ചിത്രം. പേഴ്സണലി ഭയങ്കര ഫേവാണ്. ഇതിലെ നായകൻ്റെ കാര്യമായാലും, ഇതിൻ്റെ ക്രൂസ് ആയാലും, ഇതിൻ്റെ മെമ്പേഴ്സ് ആയാലും, ഇതിൻ്റെ സ്റ്റോറി ആയാലും, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിസ് ഇസ് എ റിയൽ സ്റ്റോറി, ഇൻസ്പയർഡ് ഫ്രം എ റിയൽ സ്റ്റോറി എന്നും കൂടി വരുമ്പോഴാണ് നമ്മൾ ദാറ്റ് വാസ് റൈറ്റ് നൈസ് എന്ന് പറയാം.